വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനായ കോളം ചാർട്ട് പ്രിപ്പറേഷനാണ്. വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കോളം ചാർട്ട്. നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ വെച്ചിട്ടാണ് നമുക്ക് കോളം ചാർട്ട് തയ്യാറാക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ടേബിൾ അതേപോലെ സെല്ലുകളിലായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ എൻ്റർ ചെയ്ത ഡാറ്റ മുഴുവനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചാർട്ട്. അതിനുശേഷം ഈ ചാർട്ട് ഏതാണോ ചാർട്ട്, ആ ചാർട്ടിൻ്റെ പ്രിവ്യൂ നമുക്ക് ബാക്കിൽ കാണാൻ വേണ്ടി പറ്റും. ഓരോ ചാർട്ടും സെലക്ട് ചെയ്യുമ്പോഴും നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് കോളം ചാർട്ടാണ് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് കോളം ചാർട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഡാറ്റ റേഞ്ച് ഒന്നും മാറ്റണ്ട, കാരണം ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തതാണ്. ഡാറ്റ സീരീസ് ഇൻ റോസിലാണ് ഡാറ്റ സീരീസിലുള്ളത്, അതുകൊണ്ട് അത് മാറ്റണ്ട. പിന്നെ ഫസ്റ്റ് റോ ആസ് ലേബൽ. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് റോ നമ്പർ 1 എന്ന് പറയുന്നത് ലേബലാണ്. അതുപോലെ എ എന്ന് പറയുന്ന കോളവും ലേബലാണ്. അതുകൊണ്ട് അത് രണ്ടും ടിക്ക് വേണം. ടിക്ക് ഇല്ല എങ്കിൽ ടിക്ക് കൊടുക്കണം രണ്ടിലും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് വീണ്ടും ഒരു നെക്സ്റ്റ് കൂടി ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ടൈറ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ടൈറ്റിൽ എൻ്റർ ചെയ്യാം. മാർക്സ് സ്കോർഡ് ബൈ സ്റ്റുഡൻസ്. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ടൈറ്റിൽ ഇവിടെ വന്നു. ഇനി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്സ് ആക്സിസിൽ എന്ന് പറയുന്നത് മാർക്സ് ആണ്. അപ്പോൾ എക്സ് ആക്സിസിൽ എന്ന് പറയുന്നിടത്ത് മാർക്സ് എന്ന് എൻ്റർ ചെയ്യാം. വൈ ആക്സിസ് എന്ന് പറയുന്നിടത്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, മാർക്സ്, അത് രണ്ടും വന്നു. ഇനി ഫിനിഷ് ചെയ്യാം. നമ്മുടെ കോളം ചാർട്ട് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോളം ചാർട്ടിൽ. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.